ആർത്തിവ്യക്തപ്രാക്തനജ്ഞാനഭക്തി ശുണ്ഡോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സോന്വഗാദീത് പരാത്മൻ. ആർത്തിവ്യക്തപ്രാക്തനജ്ഞാനഭക്തി ശുണ്ഡോക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സോന്വഗാദീത് പരാത്മൻ. ഹേ പരാത്മൻ. സംബോധന. അല്ലയോ പരബ്രഹ്മസ്വരൂപിയായ ഗുരുവായൂരപ്പ, സ ആർത്തിവ്യക്തപ്രാക്തനജ്ഞാനഭക്തി എന്ന് പറയുന്നു. സ ഗജശ്രേഷ്ഠൻ മുതലയുടെ കടികൊണ്ട് വളരെയധികം തെളിഞ്ഞ മുജ്ജന്മത്തിലെ ജ്ഞാനം, ഭക്തി എന്നിവയോട് കൂടിയവനായി എന്നാണ്. സ ആ ഗജശ്രേഷ്ഠൻ ആർത്തിവ്യക്തപ്രാക്തന ജ്ഞാനഭക്തി മുതലയുടെ കടിയേറ്റ് വല്ലാതെ വേദനിച്ചപ്പോൾ വളരെയധികം തെളിഞ്ഞ മുജ്ജന്മത്തിലെ ജ്ഞാനം, ഭക്തി എന്നിവയോട് കൂടിയവനായി. ഹേ പരാത്മൻ. സ ആർത്തിവ്യക്തപ്രാക്തനജ്ഞാനഭക്തി. അല്ലയോ പരബ്രഹ്മസ്വരൂപിയായ ഗുരുവായൂരപ്പ, ആ ഗജശ്രേഷ്ഠൻ ആർത്തിവ്യക്തപ്രാക്തനജ്ഞാനഭക്തി മുതലയുടെ കടിയേറ്റ് വളരെയധികം വേദനിച്ചപ്പോൾ വളരെയധികം തെളിഞ്ഞ മുജ്ജന്മത്തിലെ ജ്ഞാനം, ഭക്തി എന്നിവയോട് കൂടിയവനായി. അതാണ് മുമ്പ് പറഞ്ഞത്. ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. സ്വകാനാം എന്ന് പറയുമ്പോൾ തൻ്റെ ഭക്തന്മാർക്ക് പരിപൂർണമായ ശാന്തി കിട്ടാൻ വേണ്ടി ഗുരുവായൂരപ്പ അവിടുന്ന് ശ്രാന്തിദ അസി അല്പസ്വല്പം കഷ്ടപ്പാടുകളെയും അങ്ങയുടെ ഭക്തന് നൽകുന്നു. അപ്പോൾ തൻ്റെ ഭക്തന് പരിപൂർണമായ ഏകാഗ്രത, ശാന്തി ഒക്കെ ഉണ്ടാകാൻ വേണ്ടി തൻ്റെ ഭക്തന് അവിടുന്ന് ഗുരുവായൂരപ്പ അല്പസ്വല്പം കഷ്ടപ്പാടുകളെയും നൽകുന്നു. ഇവിടെ ഗജശ്രേഷ്ഠന് വേദന അനുഭവപ്പെട്ടപ്പോൾ അതിനു മുമ്പ് യാതൊരു ദുഃഖവുമില്ലാതെ മറ്റ് ആനകളോടുകൂടി വിഹരിക്കുകയായിരുന്നു ഗജശ്രേഷ്ഠൻ. വേദന അനുഭവപ്പെട്ടു. അപ്പോൾ മുജ്ജന്മത്തിൽ ഉണ്ടായിരുന്ന ജ്ഞാനം, ഭക്തി ഒക്കെ കൂടുതൽ തെളിഞ്ഞ് പ്രകാശിച്ചു. എന്നിട്ട് എന്തു ചെയ്തു? ശുണ്ഡോക്ഷിപ്തൈഹി പുണ്ടരീകൈഹി സമർച്ചൻ എന്ന് പറയുന്നു. തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പറിച്ചെടുത്ത താമരപ്പൂക്കൾ കൊണ്ട് ഗുരുവായൂരപ്പ അങ്ങയെ പൂജിക്കുന്നു. ശുണ്ഡോക്ഷിപ്തൈഹി പുണ്ടരീകൈഹി സമർച്ചൻ. തൻ്റെ തുമ്പിക്കൈ കൊണ്ട്, ശുണ്ഡോക്ഷിപ്തൈഹി എന്ന് പറയുമ്പോൾ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പറിച്ചെടുത്ത സരസ്സിലുണ്ടായിരുന്ന താമരപ്പൂക്കളെ കൊണ്ട് സമർച്ചൻ അവിടുന്ന് പൂജിക്കുന്നവനായി ഗജശ്രേഷ്ഠൻ എന്നാണ്. അതുമാത്രമല്ല, പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം എന്നൊക്കെ പറയുന്നു. അതായത് പൂർവജന്മത്തിൽ, അതായത് ഇന്ദ്രദ്യുമ്നൻ നിർഗുണ ബ്രഹ്മത്തെപ്പറ്റി സ്തുതിക്കുന്നതും
വളരെയധികം വിശേഷപ്പെട്ടതുമായ ഒരു സ്തുതി അന്വഗാദീത് എന്ന് പറയണു. ഗജശ്രേഷ്ഠൻ തുടർച്ചയായി പാടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ശുണ്ഡോത്ക്ഷിപ്തൈഹി പുണ്ടരീകൈഹി സമർച്ചൻ, തൻ്റെ തുമ്പിക്കൈകൊണ്ട് പറിച്ചെടുത്ത സരസ്സിലുണ്ടായിരുന്ന താമരപ്പൂക്കളെ കൊണ്ട് ഗുരുവായൂരപ്പ അവിടുന്ന് പൂജിക്കുന്നവനായി ഗജശ്രേഷ്ഠൻ. അതുമാത്രമല്ല, പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം എന്ന് പറയുന്നു. പൂർവജന്മത്തിൽ, അതായത് ഇന്ദ്രദ്യുമ്നൻ നിർഗുണ ബ്രഹ്മത്തെപ്പറ്റി സ്തുതിച്ചു കൊണ്ടിരുന്ന ഒരു വിശേഷപ്പെട്ട സ്തുതി അന്വഗാദീത് തുടർച്ചയായി പാടിക്കൊണ്ടേയിരുന്നു ഗജശ്രേഷ്ഠൻ. ശുണ്ഡോത്ക്ഷിപ്തൈഹി പുണ്ടരീകൈഹി സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം അന്വഗാദീത് എന്നാണ്. തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പറിച്ചെടുത്ത സരസ്സിലുണ്ടായിരുന്ന താമരപ്പൂക്കളെ കൊണ്ട് ഗുരുവായൂരപ്പ അവിടുത്തെ അർച്ചിക്കുന്നവനായി ഗജശ്രേഷ്ഠൻ. മാത്രമല്ല, മുജ്ജന്മത്തിൽ, അതായത് ഇന്ദ്രദ്യുമ്നനായിരുന്നപ്പോൾ പാടിക്കൊണ്ടിരുന്ന നിർഗുണ ബ്രഹ്മത്തെപ്പറ്റി പറയുന്നതായ ഒരു വിശേഷപ്പെട്ട സ്തുതി അന്വഗാദീത് തുടർച്ചയായി ഗജശ്രേഷ്ഠൻ പാടിക്കൊണ്ടേയിരുന്നു. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ, ഹേ പരാത്മൻ, അല്ലയോ പരബ്രഹ്മസ്വരൂപിയായ ഗുരുവായൂരപ്പ, സ ആർത്തിവ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി. ഗജശ്രേഷ്ഠൻ മുതലയുടെ കടിയേറ്റ് വല്ലാതെ വേദനിച്ചപ്പോൾ വളരെയധികം തെളിഞ്ഞ മുജ്ജന്മത്തിലെ ജ്ഞാനം, ഭക്തി എന്നിവയോട് കൂടിയവനായി. പിന്നെന്ത് ചെയ്തു ഗജശ്രേഷ്ഠൻ? ശുണ്ഡോത്ക്ഷിപ്തൈഹി പുണ്ടരീകൈഹി സമർച്ചൻ. ഭക്തി നിറഞ്ഞ മനസ്സായി ഗജശ്രേഷ്ഠൻ്റെ. അപ്പോൾ സരസ്സിലുണ്ടായിരുന്ന താമരപ്പൂക്കൾ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പറിച്ചെടുത്ത് ഗുരുവായൂരപ്പ അങ്ങയെ പൂജിക്കുന്നവനായി. മാത്രമല്ല, പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം, മുജ്ജന്മത്തിൽ, അതായത് ഇന്ദ്രദ്യുമ്നനായിരുന്നപ്പോൾ പാടിക്കൊണ്ടിരുന്നതും നിർഗുണ ബ്രഹ്മത്തെപ്പറ്റി പറയുന്നതും ആയ ഒരു വിശേഷപ്പെട്ട സ്തുതി ആണ്. സ്തോത്രശ്രേഷ്ഠം, നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം എന്നൊക്കെ പറയുന്നു. നിർഗുണ ബ്രഹ്മത്തെപ്പറ്റി പറയുന്നതും വളരെ വിശേഷപ്പെട്ടതുമായ ഒരു സ്തുതി, ഒരു സ്തോത്രം അന്വഗാദീത് തുടർച്ചയായി പാടിക്കൊണ്ടേയിരുന്നു. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈർനാഹമിത്യപ്രയാതേ സർവാത്മാ ത്വം ഭൂരി കാരുണ്യവേഗാത് താക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത്. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈർനാഹമിത്യപ്രയാതേ സർവാത്മാ ത്വം ഭൂരി കാരുണ്യവേഗാത് താക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത്. സമസ്തം സ്തോത്രം നിർഗുണസ്ഥം ശ്രുത്വ എന്ന് പറയുന്നു ശ്ലോകത്തിൽ.
സ്തോത്രം മുഴുവനും നിർഗുണബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത് എന്ന് കേട്ടിട്ട് എന്നാണ്. സമസ്തം സ്തോത്രം നിർഗുണസ്ഥം ശ്രുത്വ. സ്തോത്രം മുഴുവനും നിർഗുണബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത് എന്ന് കേട്ടിട്ട് ബ്രഹ്മേശാദ്യൈഹി ന അഹം ഇതി അപ്രയാതേ എന്നാണ്. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവർ ന അഹം ഞാനല്ല, അതായത് എന്നെയല്ല രക്ഷിക്കാൻ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് രക്ഷിക്കാൻ പോകാതിരുന്നപ്പോൾ ആണ്. ഇതി അപ്രയാതേ, രക്ഷിക്കാൻ പോകാതിരുന്നപ്പോൾ. അപ്പോൾ ബ്രഹ്മേശാദ്യൈഹി ന അഹം ഇതി അപ്രയാതേ. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവർ ഞാനല്ല ന അഹം എന്നെയല്ല രക്ഷിക്കാൻ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് അപ്രയാതേ ഗജശ്രേഷ്ഠനെ രക്ഷിക്കാൻ പോകാതിരുന്നപ്പോൾ സർവാത്മാത്വം, ഗുരുവായൂരപ്പ, സർവാന്തര്യാമിയായ അവിടുന്ന് ഭൂരി കാരുണ്യവേഗാത്, ഗജശ്രേഷ്ഠനോടുള്ള വളരെയധികം വർദ്ധിച്ച കാരുണ്യത്തിൻ്റെ ശക്തി കൊണ്ട് ആണ്. ഭൂരി കാരുണ്യവേഗാത്, ഗജശ്രേഷ്ഠനോടുള്ള വളരെയധികം വർദ്ധിച്ച കാരുണ്യത്തിൻ്റെ ശക്തി കൊണ്ട് താക്ഷ്യാരൂഢ പുരസ്താദ് പ്രേക്ഷിത അഭൂഹു. താക്ഷ്യാരൂഢ എന്ന് പറയുമ്പോൾ ഗരുഡൻ്റെ പുറത്ത് കയറി ഗജശ്രേഷ്ഠൻ്റെ മുമ്പിൽ പുരസ്താദ് എന്ന് പറയുമ്പോൾ പ്രേക്ഷിത അഭൂ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ സർവാത്മാത്വം ഭൂരി കാരുണ്യവേഗാത്, സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ അവിടുന്ന് വളരെയധികം വർദ്ധിച്ച കാരുണ്യത്തിൻ്റെ ശക്തി കൊണ്ട്, ഗജശ്രേഷ്ഠനോടുള്ള വളരെയധികം വർദ്ധിച്ച കാരുണ്യത്തിൻ്റെ ശക്തി കൊണ്ട് താക്ഷ്യാരൂഢ പുരസ്താദ് പ്രേക്ഷിത അഭൂ, ഗരുഡൻ്റെ പുറത്ത് കയറി ഗജശ്രേഷ്ഠൻ്റെ മുമ്പിൽ പ്രേക്ഷിത അഭൂഹു പ്രത്യക്ഷപ്പെട്ടു. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ സമസ്തം സ്തോത്രം നിർഗുണസ്ഥം ശ്രുത്വ. സ്തോത്രം മുഴുവനും നിർഗുണ ബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത് എന്ന് കേട്ടിട്ട് ബ്രഹ്മേശാദ്യൈഹി ന അഹം ഇതി അപ്രയാതേ, ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവർ ന അഹം ഞാനല്ല എന്നെയല്ല രക്ഷിക്കാൻ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് ഗജശ്രേഷ്ഠനെ രക്ഷിക്കാൻ പോകാതിരുന്നപ്പോൾ എന്നാണ്. ബ്രഹ്മേശാദ്യൈഹി ന അഹം ഇതി അപ്രയാതേ, ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവർ ന അഹം ഞാനല്ല, അല്ലെങ്കിൽ എന്നെയല്ല ഗജശ്രേഷ്ഠൻ രക്ഷിക്കാൻ വിളിക്കുന്നത് നിർഗുണ ബ്രഹ്മത്തെയാണ്. ന അഹം ഞാൻ നിർഗുണ ബ്രഹ്മമല്ല എന്നാണ്. ന അഹം ഞാനല്ല, എന്നെയല്ല ഗജശ്രേഷ്ഠൻ രക്ഷിക്കാൻ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് ഇതി അപ്രയാതേ എന്ന് വിചാരിച്ച് ഗജശ്രേഷ്ഠനെ രക്ഷിക്കാൻ പോകാതിരുന്നപ്പോൾ സർവാത്മാത്വം, സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ അവിടുന്ന് ഭൂരി കാരുണ്യവേഗാത്, ഗജശ്രേഷ്ഠനോടുള്ള വളരെ വർദ്ധിച്ച കാരുണ്യത്തിൻ്റെ ശക്തി കൊണ്ട് താക്ഷ്യാരൂഢ പുരസ്താദ് പ്രേക്ഷിത അഭൂ, ഗരുഡൻ്റെ പുറത്ത് കയറി പറന്നു വന്നു എന്നാണ്. ഭക്തനെ വേഗം രക്ഷിക്കണം, പറന്നു വന്നു അത്രേ ഭഗവാൻ. അതാണ് താക്ഷ്യാരൂഢ പുരസ്താദ് പ്രേക്ഷിത അഭൂഹു. ഗരുഡൻ്റെ പുറത്ത് കയറി
ഗജശ്രേഷ്ഠൻ്റെ മുമ്പിൽ പ്രേക്ഷിത അഭൂ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷപ്പെട്ടു. പുരസ്താദ് എന്ന് പറയുമ്പോൾ മുമ്പിൽ. ഇപ്പോൾ താക്ഷ്യാരൂഢ പുരസ്താദ് പ്രേക്ഷിത അഭൂ. ഗരുഡൻ്റെ പുറത്ത് കയറി ഗജശ്രേഷ്ഠൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു പ്രാവശ്യം കൂടി പറയുമ്പോൾ സമസ്തം സ്തോത്രം നിർഗുണസ്ഥം ശ്രുത്വ. സ്തോത്രം മുഴുവനും നിർഗുണ ബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത് എന്ന് കേട്ടിട്ട് ബ്രഹ്മേശാദ്യൈഹി ന അഹം ഇത്യപ്രയാതെ. ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവർ ന അഹം ഞാനല്ല, എന്നെയല്ല രക്ഷിക്കാൻ വിളിക്കുന്നത് എന്ന് വിചാരിച്ച് ഗജശ്രേഷ്ഠനെ രക്ഷിക്കാൻ പോകാതിരുന്നപ്പോൾ സർവാത്മാത്വം നിർഗുണബ്രഹ്മം തന്നെയായ സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പ അവിടുന്ന് ഭൂരി കാരുണ്യവേഗാത് ഗജശ്രേഷ്ഠനോടുള്ള വളരെയധികം വർദ്ധിച്ച കാരുണ്യത്തിൻ്റെ ശക്തി കൊണ്ട് താക്ഷ്യാരൂഢ പുരസ്താദ് പ്രേക്ഷിത അഭൂഹു. ഗരുഡൻ്റെ പുറത്ത് കയറി ഗജശ്രേഷ്ഠൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇനി സുകൃതത്തിൻ്റെ ശക്തി കൊണ്ട് ലഭിച്ച നമ്മുടെ മനുഷ്യജന്മം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി തന്നെ നാം ഉപയോഗിക്കണം. മനുഷ്യജന്മത്തിൽ മനുഷ്യ ശരീരത്തിൽ കൂടിയാണ് മോക്ഷം പറഞ്ഞിട്ടുള്ളത്. മുമ്പ് പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ട്രൂത്ത് ക്യാൻ ബി റിയലൈസ്ഡ് ഓൺലി ഇൻ ആൻഡ് ത്രൂ ഹ്യൂമൻ ബോഡി. ഈ വക വലിയ വലിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് വീണ്ടും വീണ്ടും മനനം ചെയ്യുമ്പോൾ മനസ്സിന് അത് ഒരു പരിശീലനമാകുന്നു. അപ്പോൾ ഈ വലിയ വലിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് വീണ്ടും വീണ്ടും മനനം ചെയ്യേണ്ടതാണ്. മനസ്സിനെ പരിശീലിപ്പിച്ചു കൊണ്ടേ ഇരിക്കണം. മനസ്സിനെ ഓർമ്മിപ്പിച്ചു കൊണ്ടേ ഇരിക്കണം. വെറും നശിക്കുന്ന ഐഹിക സുഖങ്ങളിൽ മാത്രം ഭ്രമിച്ച് ഈശ്വരനെ മറന്നു പോകരുത്. മറ്റ് ജന്മങ്ങളിൽ മോക്ഷം പറഞ്ഞിട്ടില്ല. കാരണം മനുഷ്യന് മാത്രമേ വിശേഷ ബുദ്ധി ഈശ്വരൻ നൽകിയിട്ടുള്ളൂ. ആധ്യാത്മികമായി മനസ്സിനെ ഉയർത്താൻ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം. സജ്ജന സംസർഗം വളരെ പ്രധാനമാണ്. നമ്മുടെ മരണസമയത്ത് നമ്മുടെ ആധ്യാത്മികതയുടെ ലെവൽ എവിടെയാണോ അവിടെ നിന്ന് അടുത്ത ജന്മത്തിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഭഗവാൻ പറഞ്ഞ ഭാഗവത ധർമ്മങ്ങൾ ഒരിക്കൽ തുടങ്ങി വച്ചാൽ പിന്നെ അതിന് നാശമില്ല. മരണസമയത്ത് നമ്മുടെ ആധ്യാത്മികതയുടെ ലെവൽ എവിടെയാണോ അവിടെ നിന്ന് അടുത്ത ജന്മം തുടങ്ങാം. ബാക്കി കാര്യങ്ങൾ ധനം, പദവി, പ്രശസ്തി, പുത്രപൗത്രാദികൾ തുടങ്ങിയെല്ലാം മരണസമയത്ത് നാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്നു. അങ്ങനെ പോകാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. നമ്മുടെ ആധ്യാത്മികത നാം കൂടെ കൊണ്ടുപോകുന്നു എന്ന് നാം പ്രത്യേകം ഓർക്കണം. പറഞ്ഞ് പറഞ്ഞ് കാട് കയറിപ്പോകുന്നു. പരമഭക്തനായ ഇന്ദ്രദ്യുമ്നൻ്റെ മാനസികമായ ഉയർച്ച, ആധ്യാത്മികതയുടെ ലെവൽ ആണ് ഗജശ്രേഷ്ഠനെ മോക്ഷത്തിലേക്ക് നയിച്ചത്. നിർഗുണബ്രഹ്മത്തെ പറ്റിയുള്ള സ്തോത്രം കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മയാണല്ലോ. തല ഉയർത്തിപ്പിടിച്ച് ചെറിയ ഒരു അഹങ്കാരത്തോടെ ഈശ്വരനെ പറ്റി ആലോചിക്കാതെ കാട്ടിലുള്ള മറ്റ് ആനകളെ അടക്കി ഭരിച്ച് വിഹരിക്കുകയായിരുന്നുവല്ലോ ഗജശ്രേഷ്ഠൻ. മുതലയുടെ കടിയേറ്റ് വല്ലാതെ വേദനിച്ചപ്പോൾ ഗജശ്രേഷ്ഠൻ്റെ ഹൃദയത്തിൽ മുജ്ജന്മത്തിലുണ്ടായിരുന്ന ജ്ഞാനം, ഭക്തി ഒക്കെ തെളിഞ്ഞ് പ്രകാശിച്ചു.
സരസ്സിലുണ്ടായിരുന്ന താമരപ്പൂക്കൾ തുമ്പിക്കൈകൊണ്ട് പറിച്ച് നിർഗുണബ്രഹ്മത്തെ പറ്റിയുള്ള സ്തോത്രം പാടിക്കൊണ്ട്, അതായത് ഗുരുവായൂരപ്പ, താമരപ്പൂക്കൾ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഗജശ്രേഷ്ഠൻ അർപ്പിക്കുന്നു. അപ്പോൾ സരസ്സിലുണ്ടായിരുന്ന താമരപ്പൂക്കൾ തുമ്പിക്കൈ കൊണ്ട് പറിച്ച് നിർഗുണബ്രഹ്മത്തെ പറ്റിയുള്ള സ്തോത്രം പാടിക്കൊണ്ട്, ഗുരുവായൂരപ്പ, ആ താമരപ്പൂക്കൾ വളരെയധികം ഭക്തിയോടുകൂടി അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഗജശ്രേഷ്ഠൻ അർപ്പിക്കുന്നു. ഭട്ടത്തിരി കാണിച്ചു തരുന്ന ആ രംഗം ഭക്തന്മാരെ നമുക്കും കണ്ടാസ്വദിക്കാം, മനസ്സുകൊണ്ട് കണ്ടാസ്വദിക്കാം. പിന്നെ മുതല കടിച്ച് പിടിച്ച സമയത്ത് മറ്റ് ആനകൾ ഗജശ്രേഷ്ഠനെ രക്ഷിക്കാൻ ശ്രമിച്ചു. മുതല അങ്ങോട്ട് ശക്തിയായി വലിക്കുമ്പോൾ മറ്റ് ആനകൾ ഇങ്ങോട്ട് വലിക്കും. അങ്ങനെ മറ്റ് ആനകൾ ഗജശ്രേഷ്ഠനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. 1000 വർഷങ്ങൾ ഈ പിടിവലി തുടർന്നുകൊണ്ടേയിരുന്നു. കൂട്ടുകാരായ ആനകൾക്ക് ഗജശ്രേഷ്ഠനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവർ ഫലമില്ലെന്ന് കണ്ട് ആ പരിശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. അപ്പോഴാണ് ഗജശ്രേഷ്ഠന് ഗുരുവായൂരപ്പ അങ്ങയെ ഓർമ്മ വന്നത്. ഈ പറയുന്നതൊക്കെ നമ്മുടെ അവസ്ഥ തന്നെയാണ്. മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, സ്നേഹിതന്മാരുണ്ട് എന്നൊക്കെ നമ്മൾ വെറുതെ വ്യാമോഹിക്കും. ആരുമില്ല, ഈശ്വരൻ മാത്രമേ നമുക്ക് തുണയായിട്ടുള്ളൂ എന്ന് വളരെ വൈകിയായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്.